പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു വീട് ഒരു 2 ദിവസത്തെ പെയിൻറ്റിങ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ആ വീട് നമ്മളൊന്ന് നോക്കാൻ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ആ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് തന്നെ തോന്നി ഈ വീട്ടിൽ എന്തെങ്കിലും നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച ഒരു വർക്കാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സത്യത്തിൽ നമ്മളിത് നോക്കാൻ വരുന്ന സമയത്ത് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞായിരുന്നു, ഇന്നുമല്ല സാമ്പത്തികം ഒട്ടുമില്ലാത്തൊരു വീട്ടുകാരാണ്, ഇപ്പോൾ ഒരു കല്യാണം ആയതുകൊണ്ട് തന്നെയാണ് അവരിപ്പം തൽക്കാലം ഇത്രയെങ്കിലും ചെയ്യാൻ അവർ പോകുന്നതെന്ന് നമ്മളോട് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ചെയ്ത് കൊടുക്കണമെന്ന് അവർ നമ്മളോട് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളിത് നോക്കാൻ തന്നെ വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് അവരുടെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ ചേട്ടന് വാക്ക് കൊടുത്തു, എന്തായാലും നമ്മളിത് ചെയ്തിട്ടേ പോകത്തുള്ളൂ, ഇനി നമുക്ക് സാമ്പത്തികം കിട്ടിയില്ലേ പോലും നമ്മളിത് ചെയ്തിട്ടേ പോകത്തുള്ളൂ, നമ്മൾ ആ ചേട്ടന് വാക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ തന്നെ പോകുന്നത്. അപ്പോൾ അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇവിടെ ഇല്ല, അവർ വേറെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു വീട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. നമ്മളപ്പം വന്നപ്പോൾ നമ്മളോട് അവർ പറഞ്ഞത് ആ 2 സൈഡ് മാത്രം അടിച്ചാൽ മതി, പെയിൻ്റ് ഒന്ന് അടിച്ചാൽ, അതും ഒരു കോട്ട് കളർ അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അവരുടെ സാമ്പത്തികമില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര രൂപ ബഡ്ജറ്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആകെ കൂടെ അവർ പറഞ്ഞത് 5000 രൂപ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും അത് നല്ലൊരു കഴുകുണ്ട്. ആ ടെറസിൻ്റെ മണ്ട കഴുകണം, പിന്നെ സൈഡ് ചുറ്റും മൊത്തം കഴുകണം, അത് കഴുകി പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കണം. അത് തന്നെയല്ല, ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടെറസിൻ്റെ മണ്ടയ്ക്കാണ് അവർ കല്യാണത്തിൻ്റെ ചെറിയൊരു ഫംഗ്ഷൻ ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ മണ്ടയാണ്. അപ്പം നമ്മൾ ആ മണ്ടയെല്ലാം കഴുകിയിട്ട് താഴോട്ടിറക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പം നല്ല കഴുകുതനുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇപ്പം ഞാൻ ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനം കേട്ടോ, നിങ്ങളിത് നോക്കുകയൊന്നും വേണ്ട. ഞാൻ ഈ സംസാരിച്ചത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന വർക്ക് തന്നെയാണ് നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ അവരുടെ ഹാളിനകത്ത് ഇത് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് പറയാനെ കൊണ്ട് വേറൊരു കാര്യമുണ്ട്. കാരണം അവർ പറഞ്ഞത് വെളിസൈഡ് മാത്രം നമ്മളോട് അടിച്ചാൽ മതി എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ മുറിക്ക് അകം എല്ലാം കയറി നോക്കിയപ്പോഴത്തേന് ഈ വെളിസൈഡിനെക്കാട്ടിലും നശിച്ച് കിടക്കുകയാണ് അകം മൊത്തം. കാരണം അവരിപ്പോൾ അവിടെ താമസിക്കുന്നില്ല. എന്താ വെച്ചാൽ അവിടുത്തെ വീട്ടുകാരൻ ആ ചേട്ടനും ആ ചേച്ചിക്കും 2 പേർക്കും വയ്യാത്ത ആൾക്കാരാണ്. പിന്നെ ഒരു മോളേ ഉള്ളൂ. പുള്ളിക്കാരിയാണെങ്കിൽ അവർ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ അവിടെ നിന്നിട്ട് കടയിൽ പോകണം, അതായത് തുണിക്കടയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ പോക്കുവരവ് എല്ലാം കൂടെ ബുദ്ധിമുട്ടായിട്ട് തന്നെ അവർ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഈ കല്യാണം ആയതുകൊണ്ട് തന്നെയാണ് അവരിങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ കല്യാണത്തിന് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല, ഒത്തിരി ആലോചനയൊക്കെ വന്നിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടുന്ന് ഇവിടുന്നൊക്കെ കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇതിപ്പം കല്യാണം തന്നെ നടത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ അകം കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇന്ന പോലെയാണ് സംഭവം, ഇതിപ്പം പിന്നെ വെളിയിലൊക്കെ ആൾക്കാർ വരും, അകത്ത് എന്തായാലും ആൾക്കാർ കയറിയിരിക്കും. അപ്പോൾ നമ്മൾ അകം എന്തെങ്കിലും കുറച്ച് കളർ അടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന പോലെ സംഭവം അവർ കാര്യങ്ങൾ ആദ്യമേ നമ്മൾ പറഞ്ഞ് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ റിസ്കിൽ നമ്മൾ സാധനം എടുക്കുന്ന കടയിൽ നിന്ന് ഞാൻ പെയിൻറ്റ് വാങ്ങിച്ച് ഇത് മൊത്തം അടിച്ച് തരാമെന്ന് പറഞ്ഞു. അതായത് നിങ്ങളുടെയിലുള്ള ബഡ്ജറ്റ് തന്നാൽ മതി. അപ്പോൾ അവർ മനസ്സിലാണെങ്കിലും അവസാനം അവരത് സമ്മതിച്ചു കേട്ടോ. അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ടല്ലോ, ഞാനാണെങ്കിൽ ഈ ഹാളിനകത്ത് ഇത് പൊട്ടിയേ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ഒരു കളർ നമ്മൾ അടിച്ചുകൊണ്ട് അതിന് മണ്ടയ്ക്ക് നമ്മളിത് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ പൊട്ടിയാൽ എന്തെങ്കിലും ഒരു സ്റ്റെയിനർ കളർ ചേർത്തുകൊണ്ട് നമുക്ക് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. കാരണം പിന്നെ നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് കളർ അടിക്കാൻ വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടെന്നുള്ള രീതിയിലാണ് ഞാനിത് പുട്ടിയിട്ട് നോക്കിയത്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ എത്ര പുട്ടിയിട്ടെന്ന് പറഞ്ഞാലും ഈ ചെറിയ വെട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറാനെ കൊണ്ട് നല്ല ചാൻസ് കൂടുതലാണ്. അവസാനം ഞാൻ പെട്ടെന്ന് ഇത് കണ്ടല്ലേ, ഞാൻ പുട്ടിയിട്ടിട്ട് സാധനം ഇളക്കി നോക്കിയപ്പം പുട്ടി മൊത്തം അകത്തിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സംഭവം അങ്ങ് വേണ്ടെന്ന് വെച്ചിട്ട് സാധാ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാനെ കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ സാധനം വാങ്ങിച്ചു കേട്ടോ. ആ അകത്തും വെളിയിലും അടിക്കേണ്ട സാധനങ്ങൾ മൊത്തം വാങ്ങിച്ചു. പിന്നെ ഞാൻ പറയാനൊരു കാരണം, നമ്മുടെ കൂടെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയുണ്ട്. ഞങ്ങൾ 3 പേരാണ് സാധാരണ വർക്കിന് പോകാറുള്ളത്. അപ്പോൾ ഞാൻ അവരും നമ്മളിത് നോക്കാം, അവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ അവരും പറഞ്ഞൊരു കാര്യം ചെയ്യും, നമ്മളെക്കൊണ്ട് ചെയ്യാമെന്ന് പറ്റുന്ന രീതി നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ആരും നമ്മൾ പക്ഷേ ഇതിനിയും 2 മാസത്തെ സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഞായറാഴ്ചത്തെ ഇടയ്ക്കുള്ള സമയങ്ങളിലാണ് നമ്മളിത് പോയി ചെയ്യുന്നത്. അതായത് വർക്കില്ലാത്ത ദിവസങ്ങളാണ് പോയി ചെയ്യുന്നത്. അപ്പം നമുക്കും പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് സമയം ഉണ്ടായതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, അവർക്കും പ്രശ്നമില്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ അകമെല്ലാം ഫുള്ള് നമ്മൾ ചെയ്ത് കൊടുക്കണം. അകത്തെ അതായത് 2 മുറി, ഹാള് എല്ലാം ഫുൾ സാധനം നമ്മൾ ചെയ്ത് കൊടുക്കണം. ജനല്, കതക്, കമ്പി ഇങ്ങനെയുള്ള സംഭവങ്ങൾ മൊത്തം നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, നമ്മൾ സ്ഥിരം എടുക്കുന്ന കടയായതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി. അപ്പം നമുക്കറിയാം, നമ്മൾ എന്തായാലും വർക്ക് എടുക്കാൻ നേരത്ത് നമുക്ക് എന്തായാലും കമ്മീഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് എന്തായാലും കമ്മീഷൻ നമുക്ക് കടയിൽ നിന്ന് കിട്ടും. എനിക്കെന്നല്ല എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പോൾ ആ കമ്മീഷൻ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അവരുടെ അതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇവർക്ക് സാധനമാകും, നമുക്ക് കമ്മീഷൻ കിട്ടത്തില്ലെന്നല്ലേ ഉള്ളൂ. ആ സാരമില്ല. അപ്പം നമുക്ക് എവിടുന്നേലുമൊക്കെ നമ്മൾ വർക്കിന് നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ അതെല്ലാം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പം കടക്കാർക്കും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സാധനം എടുത്ത് കൊടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ,
അവരുടെ ഹാളിനകത്ത്, അതായത് നമ്മൾ 2 മുറി എല്ലാം നമ്മൾ ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു കളറാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അടുക്കള ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു കളറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാളിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഡിസൈൻ എടുത്ത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ 375 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ്. അപ്പോൾ ഇത് നമ്മളൊരു പുട്ടിയൊക്കെ ഇട്ട് വേറൊരു വീട്ടിൽ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനമാണ്. പക്ഷേ നമ്മളിതിപ്പം ഇവിടെ എന്തെങ്കിലും, കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാവരും കണ്ട് പരിചരിച്ചതാണ്. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ വലുതായിട്ടൊന്നും ആരും ചെയ്തിട്ട് ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് ഞാനത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയത്. കാരണം എന്തെങ്കിലും ഒരു പാളിച്ച പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യേണ്ട, വേറെ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നമ്മൾ എവിടെ വർക്കിന് പോയാലും വീട്ടുകാർ നമ്മളോട് പിന്നെ ഇതുപോലെ ഡിസൈൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുറച്ച് ഡിസൈനുണ്ട്, നമ്മളത് അവരെ കാണിക്കും. അത് റോളർ ഡിസൈൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് ഡിസൈനുണ്ട്, അത് നമ്മൾ അവരെ കാണിക്കും. അത് അവർക്ക് മതിയെന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് ചെയ്ത് കൊടുക്കും. മറിച്ച് അവർക്ക് വേറെ ഡിസൈനാണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിസൈൻ അവർ വാങ്ങിച്ച് തരുവാണെങ്കിൽ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ അവർ പറഞ്ഞ രീതി നമ്മൾ ചെയ്ത് കൊടുക്കും. ഈ ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് അവരുടെ നിന്ന് 1 രൂപ പോലും വാങ്ങിക്കത്തില്ല. നമ്മളിപ്പം ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മൾ സമയം കണ്ടങ്ങ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലാതെ ആ വർക്കിന് സ്ക്വയർ ഫീറ്റിന് എനിക്ക് ഇത്ര രൂപ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ചെയ്ത് കൊടുക്കില്ല. അത് ആർക്കാണെന്ന് പറഞ്ഞാലും. മറിച്ച് നമ്മൾ പണി ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർ വിളിച്ച് പറയുക, ഒന്ന് ചെയ്യാൻ പറയുവാണെങ്കിൽ നമ്മുടെ തച്ച് പൈസ വാങ്ങിക്കും എന്നല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഈ വർക്കിന് പ്രത്യേകം ഉടമ്പടി പറഞ്ഞ് നമ്മൾ പൈസ വാങ്ങിക്കത്തില്ല. പക്ഷേ ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്ത്, ഇപ്പം ഞാൻ കണ്ടില്ല, ഇതാണെങ്കിൽ റോളറയിലാണ് ഞാനിപ്പോൾ ഈ ഒരു സാധനം ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്കൊരു പറ്റി, ഇവിടെയും പറ്റി. കാരണം സ്മൂത്ത് റോളർ എൻ്റെ കയ്യിലിരിപ്പില്ല, അത് വർക്ക് സൈറ്റിൽ കിടക്കുമായിരുന്നു. അപ്പം ചില നാര് കൂടിയ റോളർ ഇട്ടാണ് ഞാനിത് അടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഈ നാര് കൂടിയ റോളർ നമ്മൾ ഇത് കളറെ മുക്കിയിട്ട് നമ്മൾ എടുത്ത് അടിക്കുന്ന സമയത്ത് ആ ചെറിയ നാരൊക്കെ ആണെങ്കിൽ ഇതിനുള്ളിലോട്ട് കയറിപ്പോകുമ്പോൾ അത് പടരും. അപ്പോൾ പിന്നെ നമ്മളിത് ടച്ച് ചെയ്യാൻ നിൽക്കേണ്ട അവസ്ഥ വരും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്മൂത്ത് റോളർ ഇട്ടേ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പണി കിട്ടും. പിന്നെ നമ്മളിത് ടച്ച് ചെയ്ത് എവിടെയൊക്കെ പടരുവാണെങ്കിൽ അത് വേറെ കളർ ടച്ച് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം പറഞ്ഞു വന്നത്, ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മറ്റ് കളർ ഇല്ലാഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ കളറ് ഞാൻ അടിച്ച് കാണിച്ചത്. ഇപ്പം ഞാൻ ശരിക്കും അവരുടെ വീട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ റെഡ് കളർ അടിച്ചുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഗോൾഡ് അല്ലെങ്കിൽ മഞ്ഞ വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് നല്ല കളർ ഏത് ചെയ്യണമെന്ന് വല്ല ഉദ്ദേശം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കൂടെ പണിക്ക് വന്ന 2 ചേട്ടന്മാർക്കും അടുത്ത സൈറ്റിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മളിവിടെ ചെയ്തതിൻ്റെ ശമ്പളം നമ്മൾ അവർക്ക് കൊടുത്തിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊടുക്കും, കാരണം അവർക്കും കുടുംബമൊക്കെ ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കും. അപ്പോൾ ഈ വീഡിയോ എടുത്തതിനകത്ത് എന്തെങ്കിലും കുഴപ്പമോ മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് രൂപത്തിൽ അറിയിച്ചാൽ നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും.